നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മാബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം. തിരൂർ ചമ്രവട്ടം പെരുന്തലൂർ ശ്രീ പുന്നക്കാം കുളങ്ങര ഭഗവതി മഹാവിഷ്ണു ക്ഷേത്ര സമർപ്പണ ചടങ്ങുകൾ 2025 ഫെബ്രുവരി 2 ഞായറാഴ്ച വിവിധ പരിപാടികളോടെ നടക്കും. സമർപ്പണ ചടങ്ങുകൾ ഞായറാഴ്ച പുലർച്ചെയോടെ ആരംഭിക്കും. നാട്ടുകാരുടെയും ഭഗവത് ഭക്തരുടെയും സജ്ജനങ്ങളുടെയും ശ്രമഫലമായി ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ സമർപ്പണ ചടങ്ങുകൾ ഞായറാഴ്ച പുലർച്ചെയോടെ ആരംഭിക്കും. തുടർന്ന് രാവിലെ നടക്കുന്ന ക്ഷേത്ര സമർപ്പണ സമ്മേളനത്തിൽ ക്ഷേത്ര യജമാനനായ ബ്രഹ്മശ്രീ ആഴുവഞ്ചേരി കൃഷ്ണൻ തമ്പ്രാക്കൾ, താന്ത്രിക പ്രമുഖനായ ബ്രഹ്മശ്രീ കൽപ്പുര ശങ്കരൻ നമ്പൂതിരിപ്പാട്, ബ്രഹ്മശ്രീ വേന്ദ്രക്കാട് കൃഷ്ണൻ നമ്പൂതിരി, രാധാ അന്തർജനം, ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ കോഴിയോട് ഗുരുവായൂർ എന്നിവർ പങ്കെടുക്കും. ചടങ്ങിൽ ക്ഷേത്ര യജമാനൻ ബ്രഹ്മശ്രീ ആഴുവഞ്ചേരി കൃഷ്ണൻ തമ്പ്രാക്കൾ ക്ഷേത്രത്തിന്റെ താക്കോലേറ്റുവാങ്ങി ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് രഘുമേനോന് കൈമാറും. തുടർന്ന് വാസ്തുവിദ്യ വിദഗ്ധനായ ബ്രഹ്മശ്രീ കുരങ്ങാട് രാമൻ ഭട്ടതിരിപ്പാട്, എഞ്ചിനീയർ ഹരിദാസ്, ശ്രീജിത്ത് പൊതുവാൾ, ശില്പി സുദേവൻ, വിനോദ് ആചാരി എന്നിവരെ ആദരിക്കും. ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി CP സുകുമാരൻ സംസാരിക്കും. സന്ധ്യയ്ക്ക് ക്ഷേത്ര കലാപരിപാടികളും രാവിലെയും ഉച്ചക്കും രാത്രിയും പ്രസാദഊട്ടും നടക്കും. ഫെബ്രുവരി 1 ശനിയാഴ്ച വൈകുന്നേരം 4 വിളംബര ഘോഷയാത്ര ചെറിയ പരപ്പൂർ വൈശ്രവണ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട ദീപാരാധനയോടെ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അപ്പോൾ മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിലെ തുപ്രങ്കോട് പഞ്ചായത്തിലെ പെരുന്തലൂർ എന്ന സ്ഥലത്ത് പെരുന്തലൂർ ശ്രീ പുന്നക്കാംകുളങ്ങര ഭഗവതി മഹാവിഷ്ണു ക്ഷേത്രം, നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന് ഒരുപാട് ചൈതന്യം ഏറി നിൽക്കുന്ന ഒരു ക്ഷേത്രം കൂടെയാണ്. ഇതിൻ്റെ മഹാവിഷ്ണു ക്ഷേത്രം വളരെ കാലങ്ങളായിട്ട് കഴുക്കോലും പട്ടികകളും വിഗ്രഹം വരെ ചരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. പ്രദേശവാസികൾക്കൊക്കെ വളരെ ദുഃഖവും ദുരിതവുമായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ക്ഷേത്രം പുനർനിർമ്മിക്കാൻ മറ്റൊരു മാർഗമില്ലാതെ എല്ലാവരും ഇതിന് ഒരുപാട് സാമ്പത്തികം കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. ഏകദേശം 1 കോടി രൂപയ്ക്ക് കൂടുതൽ ചെലവ് വരുന്ന ഈ ക്ഷേത്രം ഞങ്ങളാലൊന്നും ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾക്ക് നാമജപം മാത്രമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് 2 നേരവും കൂട്ടമായ നാമജപം അമ്മമാർ 2-3 വർഷങ്ങളായി തുടർന്നുള്ള ഈ നാമജപം മാത്രമാണ് ഞങ്ങൾക്ക് ഭഗവാനുക്കായിട്ട് കൊടുക്കാനുണ്ടായിരുന്നത്. 140 കുടുംബങ്ങൾ, ദരിദ്ര കുടുംബങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ പെരുന്തലൂർ കൊച്ചു ഗ്രാമത്തിൽ എല്ലാ വീട്ടിൽ നിന്നും 150 രൂപ പിരിവെടുത്ത് നിത്യശാന്തിക്കാരന് ശമ്പളം കൊടുക്കുന്ന ഒരു അമ്പലമാണ്. ആ അമ്പലം നന്നാക്കാൻ ഗുരുവായൂരപ്പൻ തന്നെ ഞങ്ങൾക്ക് ഒരു പുണ്യാത്മാവിനെ ഇങ്ങോട്ട് അയക്കേണ്ടായി. ആ പുണ്യാത്മാവാണ് ഞങ്ങളെടുത്തിരിക്കുന്ന കോഴിയോട് ഉണ്ണികൃഷ്ണൻ തിരുമേനി എന്ന് പറയുന്ന ഈ പുണ്യാത്മാവ്. അദ്ദേഹം ഞങ്ങളുടെ ക്ഷേത്രം സന്ദർശിക്കുകയും അദ്ദേഹം പല പുണ്യാത്മാക്കളെയും കണ്ടുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ അറിയിക്കുകയും ഗുരുവായൂരപ്പൻ ഞങ്ങൾക്ക് തന്ന ഒരു നിധി തന്നെയാണ്. മറ്റൊരു നിധി ഞങ്ങളുടെ ഉണ്ടായിട്ടില്ല. ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ കോഴിയോട് ഗുരുവായൂർ പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് രഘുമേനോൻ, സെക്രട്ടറി രാധാകൃഷ്ണൻ മാസ്റ്റർ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ബാലകൃഷ്ണൻ, സെക്രട്ടറി CP സുകുമാരൻ, VP ഓമനക്കുട്ടൻ, വാട്സ്ആപ്പ് കമ്മിറ്റി പ്രസിഡന്റ് ഗോപികൃഷ്ണൻ, ദേശപ്രമുഖരായ രാധാകൃഷ്ണൻ കോലുപറമ്പിൽ, സോമൻ ആച്ചിക്കുളത്ത്, ഉണ്ണികൃഷ്ണൻ മണ്ണാംപറമ്പിൽ, വാസു പയനാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. TV ന്യൂസ്, തിരൂർ. എന്നാലും ഗൾഫിലിരുന്നുകൊണ്ട് നീ വീട് ഇത്രയും ഭംഗിയാക്കുമെന്ന് വിചാരിച്ചില്ല. ഇവൾക്ക് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഇവളുടെ ഐഡിയക്ക് ചെയ്തതല്ല. എന്നാലും ഈ ഫ്ലോറിങ്ങും സാനിറ്ററി വെയറും ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക്? അതിനെന്താ, ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ. അവിടെയാണെങ്കിൽ 2-3 നിലയിൽ ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും. മാബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം.